ബിഗ് ബോസിലൊരു ഞെട്ടിക്കുന്ന പ്രമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ അസിറോക്കി ഫിസിക്കൽ അസാൾട്ടിന് പുറത്തായി എന്നൊരു രീതിയിലുള്ള പ്രമോയാണ് വന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രമോയാണ് വന്നിരിക്കുന്നത്. സിജോയെ തല്ലി എന്നതാണ് കുറ്റം. ഇന്നലെ ഇത് ആദ്യമായിട്ട് പുറത്തു വിട്ടത് നാദിറ മെഹറിൻ എന്ന പഴയ ബിഗ് ബോസ് കാൻഡിഡേറ്റാണ്. പുള്ളിക്കാരത്തെ ചാനലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ളൊരു ന്യൂസ് വന്നത്. ഇപ്പം കിട്ടുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളും ചാത്തന്മാർ തന്ന വിവരവും വെച്ച് നോക്കുകയാണെങ്കിൽ അസിറോക്കി പൂർണ്ണമായിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തായിട്ടില്ല. ബിഗ് ബോസിൻ്റെ തീരുമാനത്തിന് വേണ്ടി സീക്രട്ട് റൂമിൽ ഇട്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം. എന്നാലും അസിറോക്കി ഈ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത്രയൊക്കെ ഗെയിമും കളിച്ച് ഇത്രയൊക്കെ ഫാൻ സപ്പോർട്ടും വന്ന സമയത്ത് ഒരു കലിപ്പിൻ്റെ പേരിൽ അങ്ങനെ തല്ലി പുറത്താകുക എന്നുള്ളത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അസിറോക്കി ഇച്ചിരൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരാളെ ഇതൊരു ഗെയിമാണെന്നും ഇതൊരു ഗെയിം ഷോ ആണെന്നും ഗെയിം കളിച്ച് ജയിക്കണമെന്നും അസിറോക്കി മനസ്സിലാക്കേണ്ടായിരുന്നു. അസിറോക്കി നല്ല രീതിയിൽ ട്രിഗറായി. ഇതാണ് അസിറോക്കി പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത്. എന്തൊക്കെ ഇരുന്നാലും സിജോയ്ക്ക് ഇതിനൊന്നും കംപ്ലൈൻറ്റ് ഇല്ലെന്നാണ് അറിയുന്നത്. ഇനി ബാക്കിയുള്ള വീട്ടുകാരുടെ തീരുമാനം, ബിഗ് ബോസിൻ്റെ തീരുമാനവും എങ്ങനെയാണെന്ന് ഇരുന്നിട്ടായിരിക്കും അസിറോക്കിയുടെ ഭാവി. ഒരു 90% അസിറോക്കി എവിക്റ്റ് ആക്കാനാണ് സാധ്യത. എന്തൊക്കെ ഇരുന്നാലും അസിറോക്കി നല്ലൊരു പ്ലെയറായിരുന്നു. ഇത്ര പെട്ടെന്ന് ഔട്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ബിഗ് ബോസ് ഇത്തവണ ഭയങ്കര പ്രവചനാധീനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് തന്നെ അസിറോക്കിയും സിജോയും തമ്മിൽ ക്യാപ്റ്റൻസി ടാസ്ക് തൊട്ട് ഇപ്പോൾ തമ്മിലൊരു ശത്രുത വന്നുകൊണ്ടിരിക്കുകയാണ്. ഗെയിമിലാണെങ്കിലും സിജോ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രൊമോയിൽ കാണാൻ പറ്റും. പിന്നെ അസിറോക്കി ഒരു നല്ലൊരു കിക്ക് ബോക്സറും അങ്ങനെയുള്ള ആളുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം രീതിയിൽ സിജോയ്ക്ക് അടി കിട്ടിയെന്നും എത്രത്തോളം അതിന് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും ഒക്കെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. എന്തൊക്കെ ഇരുന്നാലും ഇപ്പം കിട്ടുന്ന ന്യൂസ് അനുസരിച്ച് അസിറോക്കി പൂർണ്ണമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടായിട്ടില്ല. അതിനുള്ള തീരുമാനം ഇന്ന് ഹൗസ് മേറ്റ്സും ബിഗ് ബോസോട് ചേർന്ന് എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തൊക്കെ ഇരുന്നാലും എല്ലാവരും എതിരായിട്ട് അസിറോക്കി പറയാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം അസിറോക്കി സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്. പുള്ളി പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കാൻ പോണത്. അപ്പം ചിലപ്പോൾ സിജോ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ ഇരുന്നാലും അസിറോക്കി പുറത്തേക്ക് എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസുകൾ. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനൊരു അബദ്ധം പുള്ളി കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നല്ല രീതിയിൽ ഗെയിം കളിച്ച് വരുന്ന സമയത്താണ് പുള്ളിയുടെ ഈ പുറത്താക്കൽ. ടോപ്പ് 5 വരെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഇത് പറയുണ്ടായി. അസിറോക്കിയുടെ ദേഷ്യവും കാര്യങ്ങളും കുറച്ചില്ലെങ്കിൽ ഉടനെ തന്നെ ഇതുപോലെ പുറത്താനുള്ള സാധ്യതയുണ്ടെന്ന്. അത് ഇത്ര പെട്ടെന്നാവുമെന്ന് വിചാരിച്ചില്ല. അതുമാത്രമല്ല, ഈ വീക്ക്ലി എപ്പിസോഡുകളിൽ ലാലേട്ടനാണ് ബാക്കിയുള്ളവരാണെങ്കിലും ആവശ്യമില്ലാതെ അസിറോക്കിക്ക് കുറച്ച് തീ പകർന്നിട്ടുണ്ട്. അടിക്കാൻ പോകണം, അടിക്കുക തന്നെ വേണമെന്ന്. അതൊക്കെ കേട്ടിട്ടായിരിക്കും അസിറോക്കി ഒന്നും നോക്കാതെ പോയി സിജോയെ തല്ലിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും സിജോ പ്രമോയിൽ തന്നെ കാണിക്കുന്നുണ്ട്, എൻ്റെ ദേഹത്ത് കൈ വെച്ച് അടിക്കുന്നു. അപ്പോൾ സിജോ കൈ വെക്കുന്നുണ്ട്, പിന്നെ അടിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ ഈ അസിറോക്കി പുറത്തായല്ലേ ഫിസിക്കൽ അസാൾട്ടിന് പിടിച്ചെന്ന് നാദിറ മെഹറിനെ ഒഫീഷ്യൽ ചാനലിലൂടെയാണ് പുറത്തു വിട്ടിരിക്കുന്നത്. പുള്ളിക്കാരി കഴിഞ്ഞ വീക്കിലും വന്ന നോമിനേഷൻ ലിസ്റ്റും ഒക്കെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത ആളാണ്. അപ്പോൾ പിന്നെ ഇതിലും നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അവിടെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെ ഇരുന്നാലും അസിറോക്കി ബിഗ് ബോസിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ വലിയൊരു കണ്ടൻറ് മേക്കറിനെയാണ് നമുക്ക് നഷ്ടമാകാൻ പോകുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഭാഗ്യമില്ലായ്മ അത് തന്നെ പറയാനുള്ളൂ. എന്നാലും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ചാനൽ ലൈക്കും ഷെയറും സബും ചെയ്തൊന്ന് വെക്കുക. അപ്പം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.